NSS അനുനയിപ്പിക്കാൻ പോകേണ്ടുന്ന സ്ഥിതി മാടമ്പികളുടെ പിന്നാലെ നടക്കേണ്ടുന്ന അവസ്ഥ CPM-നില്ല. അവരുടെ മാടമ്പിത്തരം മനസ്സിൽ വെച്ചാൽ മതി. അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് പണ്ട് കാലത്ത് തമ്പ്രാക്കന്മാരുടെ നിലപാടാണ്. സവർണ മേധാവികൾ മുൻകാലത്ത് അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളണം. ആരുമായിട്ടും ചർച്ചയില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഈ ശബ്ദം. അതൊന്നും CPIM അത്തരം ശബ്ദത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല. അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അവരുടെ അണികൾക്ക് ബോധ്യപ്പെടും. NSSൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികളും പ്രവർത്തിക്കുന്നൊരു സംഘടന ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് അത് ഞങ്ങൾക്ക് തെറ്റാണെന്ന് പറയേണ്ടതായിട്ട് വരും. നമസ്കാരം. മാടമ്പി, തമ്പ്രാക്കന്മാർ എന്നതൊക്കെ കേരളത്തിൽ ജാത്യാഭിമാനം സൂക്ഷിക്കുന്നവർക്ക് അത്രയ്ക്ക് വലിയൊരു ചീത്തവാക്കല്ല. പക്ഷേ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അതൊരു പ്രകോപനപരമായ സംബോധനാ പദം എന്ന നിലക്ക് തന്നെയാണ് പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് സുകുമാരൻ നായർക്ക് നേരെ പ്രയോഗിച്ചത്. നിങ്ങൾക്ക് പിന്നാലെ നടക്കേണ്ട ഗതികേട് CPM-നില്ല എന്ന് പരസ്യമായും ശക്തമായും അദ്ദേഹം പറഞ്ഞതോടെ CPM-ഉം NSS-ഉം തമ്മിലുള്ള ശത്രുത പൂർണ്ണമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ പോര് പരസ്യവും പൂർണ്ണവുമാക്കപ്പെട്ടത് എന്നതിനാൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇതിന്. ശബരിമല സമരങ്ങൾക്ക് ശേഷം NSS-നോട് എതിർപ്പ്, അതിനുശേഷം ചർച്ചയ്ക്കായുള്ള ക്ഷണം, അത് നടക്കാതായപ്പോൾ അങ്ങോട്ട് വന്ന് ചർച്ച നടത്താം എന്ന സന്നദ്ധത, പിന്നീട് അത് നടക്കാതായപ്പോൾ കടുത്ത പരിഹാസം. ഇതാണ് കോടിയേരി ഇതുവരെ നടത്തിയ NSS പരാമർശങ്ങളുടെ വഴി. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെയൊരു വഴി സ്വീകരിച്ചത്? എന്താകും ഇതിൻ്റെ രാഷ്ട്രീയ ഫലം? NSS ഇപ്പോൾ സ്വീകരിച്ചതുപോലെ ഉറച്ചു തന്നെ നിൽക്കുമോ CPM-നെതിരെ? മറ്റു പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും? ഇക്കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ച. സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യം ഇതാണ്: കോടിയേരി ബാലകൃഷ്ണന്റെ പരിഹാസം NSS അർഹിക്കുന്നതോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. കോടിയേരിയുടെ പരിഹാസം NSS അർഹിക്കുന്നതോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാം. CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകൻ കൊച്ചി സ്റ്റുഡിയോയിൽ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ മനോഹരൻ നായർ, അദ്ദേഹവും NSS-ന്റെ മുൻ ഭാരവാഹിയാണ്, എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലാണുള്ളത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും അഡ്വക്കേറ്റ് മനോഹരൻ പിള്ളയും എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശബരിമല വിഷയത്തിന് ശേഷം NSS-നോട് നല്ല എതിർപ്പോടുകൂടി പെരുമാറി, പിന്നീട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവരോട് ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം ചർച്ചയ്ക്ക് എന്ന നിലപാട് സ്വീകരിച്ചു. പറ്റുകയില്ല എന്ന ഉറച്ചൊരു നിലപാടെടുത്തോടെ അവരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് പരിഹസിക്കുകയും ചെയ്യുന്നു, മാടമ്പി എന്നൊക്കെ വിളിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇത് CPM-ന് ഇങ്ങോട്ടടുക്കുകയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ ചീത്തവിളി ഉണ്ടായത് എന്ന് നാട്ടുകാർ മനസ്സിലാക്കുകയില്ലേ? നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വന്നില്ല, പിന്നെ അങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു, എന്നിട്ടും അതിനവർ വഴങ്ങില്ല എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ഭാവന സൃഷ്ടിയാണ്. ഇവിടെ ശബരിമല പ്രശ്നവുമായിട്ട് NSS-ന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളോട് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അല്ലാതെ ഇടതുപക്ഷ മുന്നണിയോ ഈ ഗവൺമെൻറ്റോ CPM-ഉമായിട്ട് NSS-ന് വേറെ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്ന് നമുക്കാർക്കും അറിയില്ല. പരസ്യമായി അവർ തന്നെ ഗവൺമെൻറ് എടുത്ത നിലപാടുകളെ പിന്തുണച്ചിട്ടുണ്ട്. ശബരിമല ഇഷ്യൂവിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതവർക്ക് വെച്ച് പുലർത്താനുള്ള അവകാശമുണ്ട്, അതവർ വെച്ച് പുലർത്തുന്നു. അത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒക്കെ നിയന്ത്രിക്കാമെന്ന് ഏതെങ്കിലും സമുദായ സംഘടനകൾ കരുതുന്നെങ്കിൽ അത് ശരിയായ രീതിയല്ല. സാമുദായിക സംഘടന അല്ല, ഓരോ സമുദായത്തിലും പെടുന്ന ആളുകൾ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ ചുറ്റവട്ടത്തിനകത്ത് നിൽക്കുന്നവരല്ല, രാഷ്ട്രീയമുള്ളവരാണ്. നായർ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളിലും അവരുടെ പ്രാതിനിധ്യമുണ്ട്, നേതൃത്വമുണ്ട്. ആ നായർ സമുദായത്തിലുള്ളവർ തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരായി ഇരിക്കുന്നത്. അതുപോലെ മറ്റ് സമുദായ സംഘടനകളുടെയും നേതാക്കന്മാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളാണ്. സാമുദായിക സംഘടനകൾ സമൂഹത്തെ ആകെ നിയന്ത്രിക്കുന്ന, രാഷ്ട്രീയത്തെ ആകെ നിയന്ത്രിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനവർ പരിശ്രമിച്ച് നോക്കി, പരിശ്രമിച്ചതിൽ അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. NSS NDP ഉണ്ടാക്കി, SNDP SRP ഉണ്ടാക്കി. ഏതെങ്കിലും ഒരു സമുദായ സംഘടനയ്ക്ക് രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക്, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒക്കെ പരിഹാരം കാണാൻ കഴിയുമോ? കഴിയില്ലെന്ന് സാമാന്യ വിവരമുള്ളവർക്കൊക്കെ അറിയില്ലേ?
അത് സാമൂഹ്യ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാമ്പത്തിക വിദഗ്ധന്മാർക്കും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും നൽകുന്ന സംഭാവന അത് നടപ്പാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല. ശരിയാണ് ശ്രീ ആനത്തലവട്ടം, താങ്കൾ ഈ പറഞ്ഞിടത്തോളം ശരിയൊക്കെ തന്നെയാണ്. അവർക്ക് സാമുദായിക സംഘടനകൾ സാമുദായിക പ്രവർത്തനങ്ങൾ നടത്തട്ടെ, അതുകൊണ്ടാണല്ലോ അവർ ഉണ്ടായിരിക്കുന്നത്. ശരി, പക്ഷേ അവർ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എങ്ങനെ നിയന്ത്രിച്ചു, ഇടപെട്ടു എന്നാണ്. അവരെ അങ്ങോട്ട് ചെന്ന് വിളിച്ചു, അവർ പറ്റുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ സാമുദായിക സംഘടനകൾക്ക് അധികാരമില്ലേ? അങ്ങനെ ഉണ്ടായിരിക്കെ പിന്നെ നിങ്ങൾ മാടമ്പിമാരാണ്, തമ്പ്രാക്കന്മാരുടെ രീതി ഇങ്ങോട്ട് എടുക്കരുത് എന്നൊക്കെ പറയുന്നത് ഏത് വിധത്തിലാണ് ശരിയാവുക? എന്ത് കാരണത്താലാണ് അവരോടുള്ള പ്രകോപനം? അത് എന്ത് കാരണത്താലാണ് അങ്ങനെ വിളിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് അവരെ വിളിച്ചവരും മറുപടി പറഞ്ഞവരും തമ്മിലുള്ള അവർക്ക് മാത്രമേ അതറിയാവൂ. മാടമ്പിമാരെന്നൊക്കെ വിളിക്കാനെന്താ കാര്യം? മാടമ്പിമാരുടെ ഒരു സ്വഭാവത്തിൽ തങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന അർത്ഥത്തിലായിരിക്കും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ സൂചിപ്പിച്ചുള്ളത്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നുള്ള പഴയ കാലത്തെ മാടമ്പി സ്വഭാവം അത് പ്രകടിപ്പിക്കുന്നത് വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം സൂചിപ്പിച്ചുള്ളത്. അങ്ങോട്ട് പോയി വിളിച്ചു, അവർ വരാത്തതുകൊണ്ടാണോ വിളിച്ചത്, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടും എനിക്കറിയില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇവർ തമ്മിൽ ഇത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ മാത്രമുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ? അദ്ദേഹം പറയുന്നത് സാമുദായിക സംഘടന എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാതെ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു NSS എന്നാണ്. അതിനുള്ള തെളിവുകളുണ്ടോ? അല്ല, NSS, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ആനത്തലവട്ടം പറയുന്നത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്ക് യാതൊരു തർക്കവുമില്ല, NSSുമായി CPM-ന് യാതൊരു തർക്കവുമില്ല എന്നൊക്കെ പറയുന്നു. ഇവിടെ അടിസ്ഥാനപരമായി അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ സർക്കാരിനോട് നല്ല ബന്ധത്തിലായിരുന്നു NSS പോയിരുന്നത് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ശരിയുമാണ്, NSS നല്ല ബന്ധത്തിലാണ് ഈ സർക്കാരുമായി പോയിരുന്നത്. പക്ഷേ NSSന് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പോൾ ആ പ്രഖ്യാപിത നിലപാടിൽ അന്നും ഇന്നും എന്നും ഉറച്ചു നിന്നിട്ടുള്ള ഒരു സംഘടന NSS തന്നെയാണ്. വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചിട്ടുള്ള ഒരു സംഘടന NSS തന്നെയാണ്. അവർ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ ഇതിൻ്റെ പണ്ഡിതന്മാരുമായി കൂടിയാലോചിക്കണമെന്നൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വിധി വന്നപ്പോൾ നടപ്പിലാക്കുന്ന ഭാഗത്തേക്ക് പോയി. ഞാൻ മനസ്സിലാക്കുന്നത് വിധി വന്ന ഉടനെ ഇത് നടപ്പിലാക്കാൻ ധൃതി കാണിച്ചപ്പോൾ NSS സർക്കാരിനെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി വിളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധൃതി പിടിച്ച് നടപ്പാക്കാൻ ശ്രമിക്കരുത്, പുനഃപരിശോധന ഹർജി കൊടുക്കണം എന്നൊക്കെ NSSന്റെ നിവേദനമായി അദ്ദേഹം NSSന്റെ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ കൊല്ലത്ത് നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം NSS പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പോഴെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പിടിവാശിയായിരുന്നു. അതുകൊണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ തർക്ക വിഷയമായി നിൽക്കുന്നത്, അല്ലാതെ യാതൊരു വിഷയവുമില്ല എന്ന് അവർ അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NSS ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരോട് ധൃതി കാണിക്കരുതെന്നും ഇവിടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും പറയുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കൂട്ടി വായിക്കണ്ടേ സനീഷേ? ഈ കുഞ്ഞനന്തൻ്റെ, ഞാൻ അതിലേക്കൊന്നും പോകല്ല, പക്ഷേ കുഞ്ഞനന്തൻ്റെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കുഞ്ഞനന്തനെ ശിക്ഷിച്ചെങ്കിലും ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, മേൽക്കോടതികളുണ്ടല്ലോ എന്നാണ്. അത് ഇവിടെ പ്രായോഗികമല്ലേ? ഇവിടെ പ്രസക്തമല്ലേ? പുനഃപരിശോധന ഹർജി ഓപ്പൺ കോർട്ടിൽ കേൾക്കാമെന്ന് പറയുമ്പോഴെങ്കിലും അത് പ്രസക്തമാണെന്ന് സർക്കാർ സമ്മതിക്കേണ്ടതല്ലേ? അപ്പോൾ കുഞ്ഞനന്തനാണോ വലുത്? NSS പോലെ ഒരു ഇത്രയും നവോത്ഥാന മൂല്യങ്ങളുള്ള ഒരു സംഘടനയായിരുന്നോ വലുത് എന്ന് സർക്കാർ ചിന്തിക്കേണ്ടതില്ലേ? അപ്പോൾ അത് ആ ഭാഗത്തൊക്കെ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇനി അത് വീഴ്ചയെന്നല്ല, മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്കും NSSനെ ആദ്യം സോപ്പിടാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നീട് അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ അവർ മാന്യമായ ഭാഷയിൽ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. നിങ്ങൾക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സനീഷ, ഇതിനകത്ത് രാഷ്ട്രീയവും ഒരു സാമുദായിക സംഘടനയുടെ വിഷയവും, രാഷ്ട്രീയക്കാർ അവർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമുദായിക സംഘടനയുടെ മേൽ കുതിര കയറാൻ ചെന്നപ്പോൾ, അപ്പോൾ സാമുദായിക സംഘടന രാഷ്ട്രീയക്കാർക്കതാകാം, സർക്കാരിനതാകാം. മറിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് സഹകരിക്കണം എന്ന് പറയാൻ ആ സംഘടനയ്ക്ക് താല്പര്യമില്ല. ശരിയാണ്. അതുകൊണ്ടാണ് അവർ വിട്ടു നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഇനി സനീഷ് ഇപ്പോൾ ആദ്യം ഇതിനെ ക്ലിപ്പിംഗായി കാണിച്ചു, അവർ മാടമ്പിമാരാണ്, മറ്റേതാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. 3 ദിവസം മുമ്പുള്ള ക്ലിപ്പിംഗ് സനീഷ് ഒന്ന് കാണിച്ചേ. 3 ദിവസം മുമ്പ് 20-ാം തീയതി കൊല്ലത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ 2 വാചകങ്ങൾ ഞാൻ വായിക്കാം. NSS എന്ന് പറയുന്നത് അംഗീകാരമുള്ള ഒരു സംഘടനയാണ്,
അതിനെ ഈ പാർട്ടി അംഗീകരിക്കുന്നു. ഏത് പാർട്ടി? CPM അംഗീകരിക്കുന്നു, LDF അംഗീകരിക്കുന്നു, NSSന്റെ നേതാക്കളെയും അംഗീകരിക്കുന്നു. നിങ്ങളൊന്നും ക്ലിപ്പിംഗ് ഇടുന്നേ ഉണ്ടല്ലോ. ഈ 3 ദിവസത്തിന് ശേഷം എന്താണ് ഇത്തരത്തിലൊരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്? മാടമ്പിമാരായി ഈ 3 ദിവസം കൊണ്ട് എന്ത് പ്രവൃത്തിയുടെ പേരിലാണ് അവർ ഇന്ന് മാടമ്പി എന്ന് വിളിക്കുന്നത്? 3 ദിവസം കൊണ്ട് എന്ത് ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്? ആ ചോദ്യത്തിലാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കൾ മറുപടി നൽകേണ്ടത്. ഞങ്ങൾക്ക് NSSനോട് യാതൊരു വിദ്വേഷവുമില്ല, NSSനോട് ചർച്ചയാകാം എന്നൊരു ദിവസം പറഞ്ഞു അദ്ദേഹം. പിന്നീട് അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചർച്ച നടത്താനും തയ്യാറാണ്, NSSനെ പോലുള്ള സംഘടനകളൊക്കെ സാമുദായിക സംഘടനകളോട് വലിയ വിദ്വേഷമുള്ള ആളുകളല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് ഇത് നിഷേധിക്കുക മാത്രം ചെയ്ത NSS എന്ത് തരത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുവെന്നാണ്? നിങ്ങൾ മാടമ്പിമാർ ഞങ്ങൾ പിന്നാലെ വരുന്നില്ല, നിങ്ങൾ തമ്പ്രാക്കന്മാർ ചമയരുത് എന്നൊക്കെ പ്രകോപനപരമായി സംസാരിക്കാൻ മാത്രം ഇതിനിടയിൽ ഉണ്ടായ കാരണങ്ങൾ എന്താണ്? അതെങ്കിലും താങ്കൾക്ക് പറയാമല്ലോ. വിളിച്ചത് ശരിയോ തെറ്റോ എന്ന് മാറി നിൽക്കട്ടെ, ഇതിനിടയിൽ ഉണ്ടായ കാരണം എന്താണ്? കൊള്ളാവുന്ന സാമുദായിക സംഘടന അങ്ങോട്ട് വന്ന് ചർച്ച നടത്താൻ പോലും തയ്യാറാകാൻ മാത്രം പര്യാപ്തമായുള്ള സംഘടന പെട്ടെന്ന് ഈ പറയുന്ന മാടമ്പിമാരായത് എങ്ങനെയാണ്? അല്ല, ഈ ഏത് സമുദായ സംഘടനയാകട്ടെ, രാഷ്ട്രീയ സംഘടനയാകട്ടെ, വ്യക്തികളാകട്ടെ, ആരും സംഭാഷണം നടത്താൻ തയ്യാറല്ല എന്ന് CPM പറഞ്ഞിട്ടില്ല. ഏത് വിഷയത്തിലും CPMോട് സംസാരിക്കാൻ താല്പര്യമുള്ള സംഘടനകളോടൊക്കെ CPM സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും അങ്ങോട്ടും പോയി ഏതെങ്കിലും പൊതു പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്, സംഭാഷണം നടത്താറുണ്ട്. അത് NSSനോടും SNDPയോടും മറ്റുള്ള സമുദായ സംഘടനകളോടും സമുദായ സംഘടന അല്ലാത്തവരോടും സംസാരിക്കാറുണ്ട്. ഇത് നിങ്ങൾ ഈ പറയുന്ന വാചകങ്ങൾ 2 ദിവസത്തിനകത്ത് മാറ്റം വന്നത് എന്താണെന്ന് ആ പറഞ്ഞതിനെ സംബന്ധിച്ച് പറഞ്ഞ ആളിനോട് ചോദിച്ചാലേ എനിക്കറിയാം. അതിൻ്റെ സാഹചര്യം എല്ലാ വിഷയവും നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. അതാണ് അതായത് നമുക്ക് പെട്ടെന്ന് രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കുമ്പോൾ പോലും മനസ്സിലാകാത്ത എന്തോ ഒരു സംഗതി അതിനകത്തുണ്ട് എന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ താങ്കൾ സമ്മതിക്കുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീ ജ്യോതികുമാർ ശർമ്മ. ഞാൻ താങ്കളിലേക്ക് വരാം, അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് പോയതിനു ശേഷം വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ സാമുദായിക സംഘടനകളെ ഭയപ്പെടാത്തത്രക്ക് ശക്തരായിട്ടുള്ള ആളുകളാണ് തങ്ങൾ എന്ന അവകാശവാദമാണോ CPM കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വെച്ചത്? അല്ലെങ്കിൽ ഏതായാലും അവർ പോയി അവർക്കെതിരെ നിൽക്കുന്ന ചെറു സാമുദായിക കക്ഷികൾ ഒന്നിച്ചൊരു വോട്ടായിട്ട് ഇങ്ങോട്ട് പോരട്ടെ എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടായിരിക്കുമോ? അല്ല, അതെന്താണെന്നുള്ള അദ്ദേഹത്തിന് അറിയുള്ളൂ. സാക്ഷാൽ ആനത്തലവട്ടം ആനന്ദന് പോലും മനസ്സിലായിട്ടില്ല കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് മിനിങ്ങാന്ന് അങ്ങനെ പറഞ്ഞത്, ഇന്നിങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനത്തലവട്ടത്തിന് മനസ്സിലാകാത്ത മഹാരഹസ്യം വെറും ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി എനിക്ക് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അത് കോടിയേരിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അത് നിൽക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സെപ്റ്റംബർ 28 വരെ NSSും ഈ സർക്കാരും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് മാത്രമല്ല, ശ്രീ സുകുമാരൻ നായർ തന്നെ പലതവണ ഭരണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം ഈ സർവീസ് മാസികയിൽ എഴുതുന്ന മുഖപ്രസംഗങ്ങൾ വഴിക്ക് നായർ സമുദായ അംഗങ്ങളായ ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷേ സെപ്റ്റംബർ 28 വിധി വന്നപ്പോൾ അത് നടപ്പാക്കും എന്നൊരു നിലപാട് മുഖ്യമന്ത്രി ശക്തമായിട്ട് കൈക്കൊള്ളുകയും NSS ഇതിനെ പല രീതിയിൽ എതിർക്കുകയും ഉടനെ തന്നെ നടപ്പാക്കരുത് എന്ന നിലപാട് സ്വീകരിക്കുകയും ശ്രീ സുകുമാരൻ നായരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും സമീപിച്ച് ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാം, പുനഃപരിശോധനാ ഹർജിയിൽ ഒരു തീരുമാനം വരുന്നതുവരെ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത്, സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും ഇവരുടെ ചെവിയിൽ കയറിയില്ല. അന്ന് നവോത്ഥാനം നടപ്പാക്കാനുള്ള തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സമുദായ സംഘടനകളുടെ യോഗം വിളിച്ചു, നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകളുടെ യോഗം വിളിച്ചപ്പോൾ NSS പങ്കെടുത്തില്ല. NSSനോട് താല്പര്യമുള്ള മറ്റ് ചില സംഘടനകളും അതിൽ വിട്ടുവന്നു. അവിടെ പങ്കെടുത്ത ചില സംഘടനകൾ തന്നെ ഇതിനോടുള്ള വിയോജിപ്പ് അറിയിച്ചു, പിന്നീട് അതുമായിട്ട് സഹകരിക്കാതിരുന്നു. അപ്പോൾ പല സംഘടനകൾക്കും ഇങ്ങനെയുള്ള നിലപാടുണ്ട്. SNDP ആണെങ്കിൽ പോലും ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല, നവോത്ഥാനം വേണമെങ്കിൽ നമുക്കാകാം, വനിതാ മതിലുമായിട്ട് സഹകരിക്കാമെന്ന നിലപാടാണ് എടുത്തത്. നവോത്ഥാനത്തെ സ്ത്രീ പ്രവേശത്തെ അംഗീകരിച്ച ഏക ഹിന്ദു സംഘടന എന്ന് പറയുന്നത് പുന്നല ശ്രീകുമാറിൻ്റെ KPMS മാത്രമാണ്. KPMSൽ ഇതിനോട് യോജിപ്പില്ലാത്ത വേറൊരു വിഭാഗമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ വിഷയം അതല്ല. അപ്പോൾ സമുദായ സംഘടനകൾ പൊതുവെ ശബരിമല വിഷയത്തിൽ സർക്കാരിന് വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനുശേഷവും അതിന് വനിതാ മതിലുണ്ടാകുന്നു. പിറ്റേ ദിവസം കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ ദർശനം നടത്തുന്നു. അതേ തുടർന്ന് സംസ്ഥാനത്ത് വലിയ തോതിൽ സാമുദായിക വികാരം ആളിക്കത്തുന്നു. നമുക്കറിയാം, ഹർത്താൽ നടത്തി, മറ്റ് പല പ്രശ്നങ്ങളുണ്ടായി, അക്രമങ്ങളുണ്ടായി, അതിക്രമങ്ങളുണ്ടായി, പോലീസ് നടപടികളുണ്ടായി, കോടതിയലക്ഷ്യ കേസുണ്ടായി, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിൽക്കുമ്പോഴും NSSൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല, ഉറച്ച നിലപാടാണ്, ഒരു മാറ്റവുമില്ല. ആ ഘട്ടത്തിൽ വീണ്ടും NSSനെ CPM സമീപിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇങ്ങനെ അവിടെ പോയി വെറുതെ ചോദിച്ചാലൊന്നും സുകുമാരൻ നായരുടെ മനസ്സ് മാറുകയില്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ.
VM സുധീരൻ അവിടെ ചെന്നപ്പോൾ ഗൗനിക്കാത്ത ആളാണ്. സുരേഷ് ഗോപി ചെന്നപ്പോൾ ഗൗനിക്കാത്ത ആളാണ്. BJPയുടെ ഒരു നേതാവിനും ഇരിക്കാൻ സീറ്റ് കൊടുക്കാത്ത ഒരാളാണ്. അവിടെ സീറ്റ് കിട്ടുന്ന ഒരേ ഒരു BJPക്കാരനുള്ളത് ശ്രീധരൻപിള്ളയാണ്. വേറൊരാളെ അടുപ്പിക്കില്ല. അങ്ങനെ വലിയ ശാഠ്യക്കാരനാണ്, പിടിവാശിക്കാരനാണ്, മറക്കട പുഷ്ടിക്കാരനാണ് സുകുമാരൻ നായർ. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. മാത്രമല്ല സമുദായം പൊതുവെ ഈ സന്ദർഭത്തിൽ സുകുമാരൻ നായർക്കൊപ്പമാണ്, NSSനൊപ്പമാണ്. കാരണം ഈ ഇതുപോലെയുള്ള എല്ലാ സമരങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാത്തിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് നായർ സമുദായ അംഗങ്ങളാണ്. അങ്ങനെ സമുദായത്തിൽ നിന്ന് ഇതുവരെ കിട്ടാത്ത രീതിയിലൊരു പിന്തുണ ശ്രീ സുകുമാരൻ നായർക്ക് കിട്ടിയിട്ടുള്ളൊരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ചർച്ച നടത്തിയാൽ സമുദായ അംഗങ്ങൾ സുകുമാരൻ നായർ ഓടിച്ചിട്ട് തല്ലും. അതറിയാൻ പാടില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ചർച്ചയ്ക്ക് പോകാൻ പറ്റുകയില്ല. മുഖ്യമന്ത്രി നേരിട്ട് പെരുന്നേൽ ചെന്നാലും സുകുമാരൻ നായർ വാതിൽ കൂട്ടി അടയ്ക്കുള്ളൂ. അതേ മാർഗമുള്ളൂ. ഒരിക്കലും BJPയുമായിട്ട് RSS ആയിട്ട് സഹകരിക്കാത്ത സുകുമാരൻ നായർ ഇവരുടെ ഇതുണ്ടായല്ലോ അയ്യപ്പ ജ്യോതി തെളിയിച്ചപ്പോൾ അതിൻ്റെ പുറത്ത് വന്നിരുന്ന അദ്ദേഹം ആ സമയത്ത് മന്നം സമാധിയിൽ വിളക്ക് കൊളുത്തുകയും സമുദായ അംഗങ്ങളോട് ഇതുമായിട്ട് സഹകരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അത്രയും പൊറുതിമുട്ടി. സമുദായ അംഗങ്ങൾ പൂർണ്ണമായിട്ടും ശബരിമല വിഷയത്തിൽ വിപരീത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സുകുമാരൻ നായർക്ക് മാത്രമായിട്ട് നിലപാട് മാറ്റാൻ പറ്റുമോ? നിലപാട് മാറ്റി അദ്ദേഹത്തിന് വേണ്ടി നിലനിൽക്കാൻ പറ്റുമോ? അത് സമ്മതിക്കില്ല, ആളുകൾ സമ്മതിക്കില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ നിലപാടെടുക്കാൻ കഴിയുള്ളൂ. കോടിയേരി ബാലകൃഷ്ണൻ വെറുതെ വിഡ്ഢിവേഷം അഭിനയിക്കുകയാണ്. അദ്ദേഹത്തിന് വല്ല ആവശ്യമുണ്ടോ? NSSന്റെ ഓഫീസിൽ ചെന്നാൽ എന്തായിരിക്കും സ്വീകരണം എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നല്ലേ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് സ്വീകരണം നടത്താൻ ചർച്ച നടത്താമെന്ന് വെച്ചാൽ സുകുമാരൻ നായർ സമ്മതിക്കുമോ? സുകുമാരൻ നായർ സമ്മതിച്ചാൽ സമുദായങ്ങൾ സമ്മതിക്കുമോ? നല്ല കാര്യമായി. അതുകൊണ്ട് നവോത്ഥാനവാദികളായിട്ടുള്ള നായന്മാരൊക്കെ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യും. നവോത്ഥാന വിരുദ്ധന്മാർ UDFനോ BJPക്കോ അവരുടെ സൗകര്യം അനുസരിച്ച് വോട്ട് ചെയ്യും. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പാഴൂർ പഠിക്കലൊന്നും പോയി പ്രശ്നം വെക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് അതിന്റെ രാഷ്ട്രീയം. അതിന് സമഗ്രമായി താങ്കൾ പറഞ്ഞു. അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള, ഇവിടെ NSSന് CPM ആവശ്യപ്പെട്ട പ്രകാരം ഒരു ചർച്ചയ്ക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരും, ഇവിടെ എടുത്ത് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചു കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഈ ശബരിമല വിഷയം യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ഇപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി വളരെ വികസിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന് ആർക്ക് വോട്ട് ചെയ്യും എന്ന് വരെ പരസ്യമായി NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരെ മുമ്പുണ്ടായി. അപ്പോൾ വിശ്വാസികളോടൊപ്പം എനിക്കും, അല്ലെങ്കിൽ വിശ്വാസികളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനകത്തൊക്കെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറി എന്നുള്ളതിൻ്റെ സൂചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ആശങ്കപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ഇതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NSS എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ജയശങ്കർ പറഞ്ഞ പോലെ ബട്ടൺ അമർത്തിയാവുന്നു നാളെ ഞങ്ങൾ മുഴുവൻ നായന്മാരും അങ്ങനെ ചലിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല. എനിക്ക് എൻ്റെ വല്ല കുറേ കാലത്തെ തിരഞ്ഞെടുപ്പ് രംഗത്ത് NSSന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. അവരവരവരോട് ഇഷ്ടപ്പെടുത്തിച്ചുള്ള രാഷ്ട്രീയങ്ങൾ ചെയ്യും. പിന്നെ ശബരിമല എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻറ്റിമെൻ്റൽ വിഷയമായി അത് മാറിയിരിക്കുന്നത് കൊണ്ടാണ്. അതുതന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനെ സംബന്ധിച്ച് ഈ കേസിന് മുമ്പ് തന്നെ അറിയാം. ഇടതുപക്ഷ ഗവൺമെൻറ് നിലപാടെന്താണെന്നറിയാം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് എടുത്ത പുതിയ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി എടുത്ത നിലപാടെന്താണെന്നറിയാം. ആ നിലപാട് അനുസരിച്ച് അനുകൂലമായ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ അവരതിനോടൊപ്പം നിന്നു. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഇപ്പോൾ ഈ ഏറ്റവും സെപ്റ്റംബർ 28 ജഡ്ജ്മെൻറ്റ് വരുന്നതിന് മുമ്പ് 2017 ഒക്ടോബർ 17 തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വിശാലമായ ബെഞ്ചിലേക്ക് ഇത് റെഫർ ചെയ്തുകൊണ്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിനകത്ത് അദ്ദേഹം വളരെ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രസക്തമായ ഒരു ഭാഗം ഈ ശബരിമലയിലെ ഈ വിശ്വാസപ്രദമായ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആചാരം സ്ത്രീകൾക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിശ്ചിത പ്രായത്തിൽ പെടുന്ന സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിനുള്ള ഒരു ബാൻ, അത് ഒരു എസെൻഷ്യലായിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന മൗലികമായ റൈറ്റ് ടു ഫെയ്ത്ത് എന്നുള്ള പരിധിയിൽ അതിനെ ഉൾപ്പെടുത്തി സ്വാഭാവികമായും അതിൻ്റെ ഇളവ് ഈ ആചാരത്തിന് കിട്ടിയേനെ. പക്ഷേ അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് എന്ന് പ്രൂവ് ചെയ്യുവാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കക്ഷികൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഒരു സുപ്രീം കോടതി വിധി. സുപ്രീം കോടതിയുടെ ഉന്നതമായ ഒരു വിധിയുണ്ടായി. ആ വിധിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത ഒരു നിലപാടിന് അനുകൂലമായ ഒരു വിധി വന്നു.
വിധി നടപ്പാക്കാന്ന് പറഞ്ഞാൽ വിധി നടപ്പാക്കുന്നതിനകത്ത് ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരാൾ കയറാൻ വന്നാൽ കയറിയാൻ അനുവദിച്ചേ പറ്റുള്ളൂ സുപ്രീം കോടതി വിധി അത് നേരത്തെ NSS അറിയാവുന്നതാണ്. NSS പുനഃപരിശോധന ഹർജി കൊടുത്തു. ഇതൊക്കെ മറ്റു സാങ്കേതികമായ കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ ചെറിയ കാര്യമല്ലല്ലോ, ചെറിയ കാര്യമല്ല. NSS BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരുന്ന ശ്രീധരൻപിള്ള അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളില്ലേ, ആ പ്രസ്താവനകളൊക്കെ ഇതിനൊക്കെ രാഷ്ട്രീയമായി ഇതിനകത്ത് പ്രാധാന്യമുണ്ട്. അതിനകത്ത് അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹം നല്ലൊരു RSSകാരനായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ PP മുകുന്ദനെ പോലുള്ള ആളുകളോട് പോലും നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ് പുള്ളി. അദ്ദേഹം എനിക്കറിയാവുന്നതാണ്. ചങ്ങനാശ്ശേരിയിൽ ഒരു കാലത്ത് NSSന്റെ ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് NSSനെതിരായ ഒരു നിലപാട് അവിടുത്തെ RSSകാർ പ്രകടനം നടത്തുകവരെ ചെയ്തു അതിൻ്റെ വാദം കൂടെ. അപ്പോൾ അന്നൊക്കെ അതിനെ ശക്തമായി നേരിട്ടിട്ടുള്ള ആളാണ്. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കുമരകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം PK നാരായണപ്പണിക്കരുമായി സംസാരിക്കാൻ ക്ഷണിച്ചതാണ്. അദ്ദേഹം പോയില്ല. താജ് ഹോട്ടലിൽ ചെല്ലാൻ വിളിച്ചതാണ്. അതേപോലെ തന്നെ LK അദ്വാനി മന്നം സമാധി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചതാണ്, അദ്ദേഹത്തിന് കൊടുത്തില്ല. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഇത് വിശ്വാസികൾ രണ്ടു ഭാഗത്ത് നിൽക്കുകയാണ്. അത് ഞാൻ വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആളായിരുന്നു. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഞാൻ മുകുന്ദനേക്കാൾ വലിയ ഇരിക്കുന്നത്. പക്ഷേ അത് NSSനെ സംബന്ധിച്ചുള്ള അദ്ദേഹം RSS എന്നുള്ള അടിസ്ഥാനത്തിലല്ല, സംഘടന എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതാണ് നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ NSS നേരത്തെ ഈ കാര്യത്തിൽ നിലപാടെടുത്ത ആ നിലപാടിന് അദ്ദേഹത്തിന് മാറാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം രാഷ്ട്രീയമായ ഒരു വിഷയമായിട്ട് ഉയർത്തുമ്പോഴാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. നേരത്തെ ജയശങ്കർ ചോദിച്ചത് ആർക്ക് വോട്ട് ചെയ്യും, ഏത് വിശ്വാസിക്ക് വോട്ട് ചെയ്യും, UDF കോൺഗ്രസ് വിശ്വാസിക്ക് വോട്ട് ചെയ്യും, BJP വിശ്വാസിക്ക് വോട്ട് ചെയ്യും? അതാണ് ആ ചോദ്യം അവിടെ ഉണ്ട്. ശ്രീയാനന്തരവട്ടം മാനന്ദൻ ഇവിടെ നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച കാര്യം, അദ്ദേഹം ഇപ്പോൾ മനോഹരൻ പിള്ളയും അക്കാര്യം പറഞ്ഞു. അതായത് അവർക്ക് മുന്നിൽ അവരുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ വിശ്വാസികൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ബോധ്യങ്ങളുള്ള അംഗങ്ങൾ ഉള്ള ആ സംഘടന അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സുകുമാരൻ നായരെ ചെന്ന് ചർച്ചയ്ക്ക് വിളിച്ചാൽ അദ്ദേഹം ആ ചർച്ചാ ക്ഷണം സ്വീകരിച്ച് ചർച്ചയ്ക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് അദ്ദേഹത്തോട് വിദ്വേഷമുണ്ടാവുകയാണ് ചെയ്യുക. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാൾ എന്ന നിലക്ക് അണികളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് നിങ്ങളുടെ ചർച്ചാ ക്ഷണം സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ആളെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. അതല്ല, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു ഏത് സമുദായത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന ആളുകൾ അവരെ തന്നെ നിൽക്കും. പക്ഷേ എല്ലാവരും ഒരു സമുദായത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു സമുദായ സംഘടനയിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്നവരല്ല. NSS സുകുമാരൻ നായർ എടുക്കുന്ന നിലപാടിനോട് യോജിക്കുന്ന കുറച്ചാളുകൾ നായർ സമുദായത്തിലുണ്ട്. എന്നാൽ നായർ സമുദായങ്ങൾ മുഴുവൻ നായർ സമുദായത്തിൽ ജനിച്ചവരെല്ലാം സുകുമാരൻ നായർ പറയുന്നതിനോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് ആര് പറഞ്ഞാലും ശരിയല്ല. അത് തന്നെയാണ് മറ്റു സമുദായങ്ങളുടെ സ്ഥിതി. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്? അതായത് ആ സാമുദായിക സംഘടനക്കകത്തും നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം അവരോട് പറഞ്ഞാൽ പോരെ? എന്തിനാണ് നിങ്ങൾ സുകുമാരൻ നായരെ, താല്പര്യമില്ലാത്ത സുകുമാരൻ നായരെ പിന്നാലെ ചെന്ന് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം വരാതിരിക്കുമ്പോൾ ഈ പറയുന്ന മാടമ്പി, തമ്പുരാൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത്? നിങ്ങളുടെ ഭാഷ്യമാണത്. താല്പര്യമില്ലാത്ത സുകുമാരൻ നായരുടെ പിറകിൽ നിന്ന് ഇവിടെ CPM ചർച്ചയ്ക്ക് പോയെന്ന് പറയുന്നത് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. CPM അങ്ങനെ ആരുടെയെങ്കിലും പിന്നാലെ ചർച്ചയ്ക്ക് ഇങ്ങനെ യാചിച്ച് നടക്കുകയല്ല. ഒരൊറ്റ നിമിഷം നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുകയും ചെയ്താണല്ലോ. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ബൈറ്റ് ഞങ്ങളുടെ കൈവശമുണ്ട്. അതിതാ ഇപ്പോൾ കാണാം. അദ്ദേഹം NSSനെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് നടത്തിയ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന. അദ്ദേഹം ആവശ്യപ്പെട്ടത്, സാമുദായിക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളല്ല. ഇപ്പോൾ NSS ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. NSSനെ ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നില്ല. NSSുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണ്. NSSുമായി എപ്പോഴും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒരു ദൂതന്റെ ആവശ്യം ഇല്ല. NSSുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യാൻ
ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ സാധിക്കും. ഞങ്ങൾക്ക് NSSനോട് യാതൊരു ശത്രുതയില്ല എന്ന് വ്യക്തമാക്കാനാണ് ആ പ്രസ്താവന. ദൗർബല്യമായി NSS കരുതുന്നത്. ശ്രീ ആനന്ദവട്ടമാനന്ദൻ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇതാ NSSുമായി ചർച്ച നടത്താൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, സാമുദായിക സംഘടനകളുമായിട്ട് ശത്രുതയുമില്ല എന്ന്. ശത്രുതയില്ലാതെ അവരോട് നിങ്ങൾ ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടു, ചർച്ച പറ്റുകയില്ല എന്നവർ നിലപാടെടുത്തു. സാധാരണഗതിയിൽ അവരുടെ നിലപാടിന് വിട്ടുകൊടുത്ത് അടുത്ത പരിപാടികളിലേക്ക് പോകേണ്ടതിന് പകരം ഈ മാടമ്പിമാരുടെ ഏർപ്പാട് വേണ്ട, ഞങ്ങൾ വിളിച്ചാൽ ഉടനെ ചർച്ചയ്ക്ക് വരണം എന്ന നിലക്കുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ശരിയായ കാര്യമാണോ? അല്ല, ഞാനിത് ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കേസാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഈ കോടിയേരിയുടെ സംഭാഷണം ഇട്ടുകൊണ്ട് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏത് സംഘടനകളുമായും ചർച്ച ചെയ്യുന്നതിന് CPM എതിരല്ല, LDF എതിരല്ല, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ മനസ്സില്ലാത്തവരോട് ചർച്ച ചെയ്യാനും പോണില്ല, മനസ്സില്ലാത്തവരോട്, താല്പര്യമില്ലാത്തവരോട്. അതിലെന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയുമില്ല ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അത് തന്നെയാണ് അതിലെ കാര്യം. അതായത് കുമാരൻ നായരുടെ നിലപാടും അതാണ്. ഞങ്ങളോട് ചോദിച്ചു ചർച്ചയ്ക്കുണ്ടോ എന്ന്, ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ. പക്ഷേ ഞങ്ങളോട് ചർച്ചയ്ക്ക് വരാൻ തയ്യാറാകാത്ത ആളുകളെല്ലാം മാടമ്പിമാരാണ്, ഇവരൊക്കെ തമ്പുരാക്കന്മാരാണോ എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നതാണ് കാര്യം. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന കാര്യം പോകട്ടെ, താങ്കൾ അത് പറയേണ്ടതില്ല. പക്ഷേ അങ്ങനെ പറയുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടാണ്. നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിലേക്ക് കടന്നു, നിങ്ങൾ ആ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറി, അതാണത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഈ ശബരിമലയുടെ വിഷുവിൻ്റെ പേരിലാണല്ലോ തെരഞ്ഞെടുപ്പിൽ എന്തോ ആകാശം വിടിഞ്ഞ് വീഴുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഴില്ല എന്ന് അതിനുശേഷം ശബരിമലയ്ക്ക് ശേഷം തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ അതേ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ശബരിമലയ്ക്ക് അടുത്തുള്ളിടത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും തെളിഞ്ഞല്ലോ. അതുകൊണ്ട് അതൊരു പേടിയുമില്ല. ശബരിമല ഇഷ്യൂവിൻ്റെ ഫലമായി LDFനോ ഇടതുപക്ഷ മുന്നണിക്കോ എന്തെങ്കിലും പരാജയം സംഭവിക്കുമെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. ഇപ്പം പലരും പറയുന്നത് ഞങ്ങൾ അവിശ്വാസികളുടെ കൂടെ, അവരെല്ലാം വിശ്വാസികളുടെ കൂടെ എന്നാണ്. വിശ്വാസികളുടെയും വിശ്വാസ സംരക്ഷണത്തിനും വേണ്ടി ഇടതുപക്ഷ മുന്നണിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടല്ലേ ശബരിമലയിൽ ഇപ്പോൾ ഈ ഇവർ കാണിക്ക പോലും ഇടണ്ടെന്ന് പറഞ്ഞ് പ്രചാരപേര നടത്തി 100 കോടി രൂപ വരുമാനം കുറഞ്ഞപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്ന് 100 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് അല്ലേ ഇത്? വിശ്വാസികളെ പൊളിക്കാൻ, വിശ്വാസം പൊളിക്കാൻ, ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചിട്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 735 കോടി രൂപ പമ്പയുടെയും നിലയ്ക്കലിലെയും ആ പ്രദേശങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയ ഈ ഗവൺമെന്റ് അല്ലേ? അപ്പൊ ഞങ്ങൾ അവിശ്വാസികളുടെ കൂടെ ആയതുകൊണ്ടാണോ? അക്കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ. നമ്മൾ അതൊക്കെ ചർച്ച ചെയ്താണ്. അക്കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു കാര്യവും വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്ന അഭിപ്രായമുള്ള ആളുകളൊന്നുമല്ല ഈ ചർച്ച നടന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, അഡ്വക്കേറ്റ് ജയശങ്കർ. പക്ഷേ അവിടെ ഇപ്പോഴും ജനാധിപത്യ സംവിധാനം, രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ, ഒരു സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് വന്ന് ചർച്ച നടത്താം എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുക എന്നതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സാമുദായിക സംഘടനയ്ക്ക് സ്വീകരിക്കാവുന്ന നിലപാടാണോ? അദ്ദേഹത്തിന് ആ നിലപാട് സ്വീകരിക്കാനുള്ള കാരണങ്ങളുണ്ടെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. പക്ഷേ എങ്കിലും അങ്ങനെയൊരു ക്ഷണം വരുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ രാഷ്ട്രീയ സംവിധാനം വഴി ഭരിക്കപ്പെടുന്നൊരു നാട്ടിൽ തള്ളിക്കളയുക, അതിനോട് അവഗണിച്ച് പുറംതിരിഞ്ഞു നിൽക്കുക എന്ന നിലപാടെടുക്കുന്ന ഒരാളോട് നിങ്ങൾ മാടമ്പിമാരെ പോലെ പെരുമാറരുത് എന്ന് പറയുന്നത് കൂടിയ അധിക്ഷേപമായി പോകുമോ? അല്ല, അതിപ്പോൾ ഓരോരുത്തരുടെയും വാഗ്വിലാസം അനുസരിച്ച്, യുക്തിയും മനോധർമ്മവും അനുസരിച്ച് ഏത് രീതിയിലുള്ള പരാമർശം വേണമെങ്കിൽ നടത്താം. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇതിനേക്കാളൊക്കെ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളൂ. ഈ ശ്രീ സുകുമാരൻ നായരെ കുറിച്ച് ഞാൻ നടത്തിയിട്ടുള്ള അത്തരം രൂക്ഷമായ പരാമർശം പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ വേറെ ആരും നടത്തിയിട്ടില്ല. അത് നടത്താനുള്ള സൗകര്യമുണ്ട്, സാഹചര്യമുണ്ട്. എനിക്ക് തെരഞ്ഞെടുപ്പിനെ കിട്ട ഉത്തരവാദിത്വമില്ലല്ലോ, എനിക്ക് യാതൊരു ബാധ്യതയില്ലല്ലോ. ഞാൻ ഈ സമുദായത്തിൽ ജനിച്ച ആളാണ്. സുകുമാരൻ നായരെക്കുറിച്ചോ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ചോ മെത്രാന്മാരെക്കുറിച്ചോ എനിക്ക് എന്ത് പരാമർശം വേണമെങ്കിലും നടത്താം. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാൻ പോകുന്നില്ല, ചർച്ചയ്ക്ക് പോകുന്നില്ല, എനിക്കൊരു ഉത്തരവാദിത്വമില്ല. സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി നടേശനായാലും മെത്രാനായാലും ആരായാലും എനിക്ക് പറയാം, കാരണം ബാധ്യതയില്ല. എനിക്ക് വീട്ടിൽ പോയി കിടന്ന് സ്വസ്ഥമായിട്ട് തലയുടെ ചോട്ടിൽ കൈവച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ആരും ചോദിക്കാൻ പറ്റില്ല, ഒരാളും ചോദിക്കില്ല, കാരണം ഉത്തരവാദിത്വമില്ല. കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതരായ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ചർച്ചയ്ക്ക് പോകണക്ക് മുമ്പ് ആലോചിക്കണം, ഇത് ആരുടെ അടുത്താണ് ചർച്ചയ്ക്ക് പോകുന്നത്. VM സുധീറിനെ കാണാൻ കൂട്ടാക്കാത്ത ആളാണ്, സുരേഷ് ഗോപിയെ ഇറക്കി വിട്ട ആളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ആ വാജ്പേയിയോ അങ്ങോട്ട് പോയി കാണാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ആളാണ്. അദ്വാനിക്ക് പുഷ്പാർച്ചനയ്ക്ക് അവസരം കൊടുക്കാത്ത ആളാണ്. അങ്ങനത്തെ ഒരാളുടെ അടുത്ത് ചർച്ചയ്ക്ക് പോയാൽ നടക്കൂ. സുകുമാരൻ നായരുടെ അടുത്ത് പോകുമ്പോൾ അത് പ്രതീക്ഷിക്കണം. നിങ്ങൾ കടുവയുടെ കൂട്ടിൽ കൈയിടുമ്പോൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല, കടുവ കൈ അടിച്ചുകൊണ്ട് പോകും, ഇല്ലേ?
അതുപോലെ NSSന്റെ പോലെ ഒരു സാമുദായിക സംഘടന മാത്രമായ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു കടുവയാണ് സ്വയം എന്നൊക്കെ വിചാരിക്കാൻ മാത്രം ജനാധിപത്യ സംവിധാനത്തിൽ പഴുതുണ്ടോ? ഞാനാണ് കടുവ മാടമ്പി എന്നൊക്കെ ഒരാൾ വിചാരിക്കുന്നത് അങ്ങനെയും കണക്കാക്കാമല്ലോ. അതായത് NSSനെ സംബന്ധിച്ചുള്ള അദ്ദേഹമാണ് കടുവ. എന്തിനാ അവിടെ പോയി വോട്ട് അത് ചോദിക്കുന്ന ആവശ്യമില്ലല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി അല്ലേ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൗരവത്തിൽ കേരള സംരക്ഷണ യാത്രയുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമേ ഉള്ളൂ. എന്തിനാണ് NSSന്റെ കാലുപിടിക്കാൻ ചെല്ലുന്നത്? NSSന്റെ ഇതുവരെയുള്ള പ്രവൃത്തി, ഇതുവരെയുള്ള പെരുമാറ്റം അത് വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്ന് ഇതിനേക്കാൾ കൂടിയ സൗമനസ്സൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. മാത്രവുമല്ല, NSSനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തി ഇന്നത്തെ നിലയ്ക്ക് അവരുടെ അഭികാമ്യമല്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഈ സംഘടനയുടെ സെക്രട്ടറിയെ കുറിച്ചുള്ള മതിപ്പ് അഥവാ അദ്ദേഹത്തെക്കുറിച്ച് അനാവശ്യമായ സംശയങ്ങളുണ്ടാവും. സുകുമാരൻ നായരുമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു. അദ്ദേഹത്തിന് പല ഉറപ്പുകളും കിട്ടിയിട്ടുണ്ട്. ഇനി NSS എതിർക്കുകയില്ല എന്നുള്ള രീതിയിൽ കിംവദന്തികൾ നാളെ പ്രചരിക്കും. അപ്പോൾ അദ്ദേഹം കട്ടൻ ഡ്രൈ ആയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ആരും വരണ്ട, ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിൻ്റെ പുറകെ നടന്ന് ഞാൻ അവിടെ പോയി ചർച്ച ചെയ്യുന്നു പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിനില്ല. ഇവിടെ സുകുമാരൻ നായരെ ഞാൻ ന്യായീകരിക്കല്ലേ, എനിക്ക് അദ്ദേഹത്തിൻ്റെ വക്കാലത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അത്ര ക്രൂരമായിട്ട് അദ്ദേഹത്തെ ആരും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യം നമ്മൾ പരിഗണിക്കണ്ടേ? NSS വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഈ സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച ചെയ്യാം, ഞങ്ങൾക്ക് ഒരു വിരോധമില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് അവർ പറഞ്ഞു. അത്രേ കാര്യമുള്ളൂ. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ താങ്കളിലേക്കാണ് വരിക. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോൾ CPM എന്നത് മാറ്റിയിട്ട് അവിടെ കോൺഗ്രസിനെ പ്രതിഷ്ഠിച്ചത് നമുക്കൊന്ന് നോക്കിയാൽ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാട്ടിലെ സാമുദായിക സംഘടന എന്ന നിലക്ക്, പ്രധാനപ്പെട്ട സാമുദായിക സംഘടന എന്ന നിലക്ക് NSSനെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു. അത് പുറന്തിരിഞ്ഞു നിൽക്കുക, തട്ടിക്കളയുക, കാൽ കൊണ്ട് തട്ടിക്കളയുക എന്നതുപോലെ അങ്ങോട്ട് അവഗണിച്ചു കളഞ്ഞാൽ കോൺഗ്രസും ഇങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ പോകട്ടെ, ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന നിലപാടാണോ സ്വീകരിക്കുക? രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വഴങ്ങി വേണ്ടേ സാമുദായിക സംഘടനകൾ നിൽക്കാൻ? അങ്ങനെയല്ലോ സനീഷേ. സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പരസ്പര പൂരകങ്ങളായിരിക്കണം. ഓരോരുത്തർക്കും അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇൻ്റർഫിയർ ചെയ്യേണ്ട മേഖലകളുണ്ട്. ഇവിടെ ആ മേഖലകൾ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് CPM ഇടതുപക്ഷ സർക്കാരുമാണ്. കാരണം NSS ശ്രീ ജയശങ്കർ വക്കീൽ പറഞ്ഞതുപോലെ ഒരു നിലപാട് ആദ്യം മുതൽ എടുത്തിട്ടുണ്ട്, ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ NSSനെ സഹായിക്കാതിരിക്കുകയും NSSന് വിരുദ്ധമായ നിലപാട് സർക്കാർ കർക്കശ നിലപാട് സ്വീകരിക്കുകയും ഇലക്ഷൻ എടുത്തപ്പോൾ NSSുമായി ഒരു ബാന്ധവമാകാം എന്ന രീതിയിൽ ചെല്ലുകയും ചെയ്യുമ്പോൾ NSSൻ്റെ അണികളും നേതൃത്വവും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് അത്തരത്തിൽ മുന്നോട്ട് പോകില്ല എന്ന്. പിന്നെ NSSൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലപ്പോഴും അവർ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സമദൂര സിദ്ധാന്തമാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് NSS ഈ വിശ്വാസികളുടെ വിഷയത്തിൽ ആരോടൊപ്പം നിന്നിട്ടുണ്ട്, അവരെ ഞങ്ങൾ സഹായിക്കും. പക്ഷേ ആരെ സഹായിക്കുമെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് അവർ നിലപാട് സ്വീകരിക്കട്ടെ, അത് അവർക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ NSSൻ്റെ നിലപാടിന് രാഷ്ട്രീയമായി കാണാൻ കഴിയില്ല. കാരണം NSS ആ വിഷയത്തിൽ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ അവരോടൊപ്പം നിൽക്കാത്ത സർക്കാരിനെതിരായി നിലപാടെടുക്കുമ്പോൾ, അല്ലാതെ സർക്കാരിനോട് എങ്ങനെയാണ് NSSന് പകരം വീട്ടാൻ കഴിയുക? അതേ ഉള്ളൂ മാർഗം. NSSനെ സംബന്ധിച്ച് വിശ്വാസമാണ് പ്രശ്നമെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമാണ് വിഷയം. അതിനകത്ത് അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ആനത്തലോട്ടാനന്ദം പറയുന്നത് അത് മാടമ്പി എന്ന് വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ മാടമ്പിത്തരം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് പറഞ്ഞവരോട് ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറേ സംശയങ്ങൾ വരുന്നുണ്ട്. സനീഷ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക്, ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പരസ്യമായിട്ടല്ലോ, നമ്മളൊക്കെ രാഷ്ട്രീയം കാണുന്നവരല്ലേ, അപ്പോൾ ഇത് പറയാൻ വേണ്ടി പറഞ്ഞൊരു വാദഗതിയാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനും എന്നിട്ട് തയ്യാറായില്ല എന്ന് വരുത്താനും ഒക്കെയുള്ള ശ്രമമാണ്. അതൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് NSSനുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഐവാഷ് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് പോവുകയല്ല ലക്ഷ്യം, അല്ലെങ്കിൽ ഇത് പരിഹരിക്കുകയല്ല, NSSന് വഴങ്ങില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് NSSനെ കൂടുതൽ പ്രകോപിപ്പിക്കുക വഴി പിണറായി വിജയന് ഒരു കൊട്ട് കൊടുക്കാനാണോ കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിക്കുന്നത് എന്ന് എൻ്റെ മനസ്സിലൊരു സംശയമുണ്ടായിരുന്നു. അത് കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ആനത്തലോട്ട് ആനന്ദിൻ്റെ പ്രതികരണവും എനിക്ക് മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ മാത്രമായിട്ട് എടുത്തൊരു നിലപാടാണതെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ആനത്തലോട്ട് അറിയണ്ടേ? അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ? എത്ര പേരാ ഉള്ളത്? 10 വരുന്ന പേരേ ഉള്ളൂ. അവരറിയണ്ടേ ഈ ഇത്തരം ക്രൂഷ്യലായിട്ടുള്ള നിലപാടിൽ, ഇത്തരം ക്രൂഷ്യലായിട്ടൊരു വിഷയത്തിൽ, ഇത്രയും ഏറ്റവും സെൻസിറ്റീവായി നിൽക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അത് സെക്രട്ടേറിയറ്റ് മെമ്പർ പോലും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന്. അതായത് ഈ നിലപാടെടുത്തു, അതിനെ തള്ളി പറഞ്ഞു, ഇന്നിപ്പോൾ മാടമ്പി എന്നൊക്കെ വിളിച്ചതിന് ശേഷവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമല്ലേ? ഇനി NSSൻ്റെ ഈ എന്താ പറയുന്നത്, ഈ കൊടിയേരി ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ രാഷ്ട്രീയമുണ്ട് എല്ലാം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് NSSുമായി ബന്ധപ്പെട്ട് നിന്ന ചില പിള്ളമാർ, ബാലകൃഷ്ണ പോലുള്ള കുറേ ആളുകൾ പലപ്പോഴും
രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി കുറേ പേരൊക്കെ പലപ്പോഴും എതിരഭിപ്രായം NSSനെതിരെ പറയാറുണ്ട്. പക്ഷേ അവർ പലപ്പോഴും NSSൻ്റെ എല്ലാ ഔദാര്യങ്ങളും പറ്റിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഈ എന്താ പറയുന്നത്, RSSനാണോ BJPക്കാണോ അല്ലെങ്കിൽ ആർക്കാണ് വോട്ട് കൊടുക്കുക എന്നും തീരുമാനം. അതാണ് BJPക്ക് വോട്ട്. ഈ NSS, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, NSS CPM വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ശബരിമല വിഷയമാണ് അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ശബരിമല വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം നടത്തിയ BJPക്കൊപ്പമായിരുന്നു ഈ സമര ഇടത്ത് തോളോട് തോൾ ചേർന്ന NSSന്റെ പ്രവർത്തകർ. NSSന്റെ വോട്ട് അപ്പാടെ BJPയിലേക്ക് അങ്ങ് പോവുക എന്നതല്ലേ സംഭവിക്കാൻ പോകുന്നത്? സനീഷ് പറഞ്ഞത് ശരിയല്ല, അങ്ങനെയല്ല. NSS വിശ്വാസികളും ഒപ്പം ചേർന്നുകൊണ്ട് ഒരു നാമജപ ഘോഷയാത്രയുമായി എത്തിയപ്പോൾ അതിനകത്ത് പരസ്യമായി വന്ന് നിന്നുകൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് തന്നെ BJP നിന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഞങ്ങൾ ഫ്രീഡം കൊടുത്തിരുന്നു അതുമായി സഹകരിക്കുവാൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് കൊടി പിടിക്കാതെ പോയെന്ന്. ഞങ്ങൾ അന്ന് ആ വിശ്വാസികൾക്കൊപ്പം വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് 2016 അഫിഡവിറ്റ് കൊടുത്തപ്പോൾ മുതലുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ BJPയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സനീഷ് വ്യക്തമായിട്ടറിയാം. BJPയുടെ പട്ടിക കൊടുത്തെന്നോ കൊടുത്തില്ലെന്നോ ഇലക്ഷൻ അവർ ഉണ്ടാക്കിയ അക്രമവും സംഘർഷവും ഒക്കെ ഉണ്ടാക്കി കുറേ കാലം ലൈം ലൈറ്റിൽ നിന്നിട്ട് അവർ മടങ്ങിപ്പോയിട്ട് അവർക്ക് സംഘർഷം ഉണ്ടായേ മതിയാവും. അവർ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരുടെ പാർട്ടിയിലാണ്, പരസ്പരം തമ്മിലടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കൊരു കെട്ടുറപ്പില്ല. അവരുടെ അമിത്ഷാ വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ഈ കേരള പൊളിറ്റിക്സിൽ ഒരു പ്രസക്തിയുമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. സ്വാഭാവികമായും ഇവിടെ കോൺഗ്രസും LDFും തമ്മിലാണ് തർക്കം. LDFിനെതിരായിട്ടുള്ള വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് ഉൾപ്പെടെയുള്ളത് കോൺഗ്രസിനും UDFിനും ഗുണം ചെയ്യുന്നുള്ള ഒരു തർക്കവുമില്ല. അതാണ് ശ്രീ ആനന്ദപട്ടം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റെ വോട്ട് മുഴുവനായി തന്നെയും നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ, കരയോഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം മുഴുവനായി തന്നെയും കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് വിചാരിക്കേണ്ടുന്ന സാഹചര്യം വന്നോ? ഇതിൽ ഒരല്പം ആളുകൾ CPMനോട് രാഷ്ട്രീയമായ താല്പര്യമുള്ള ആളുകൾ അങ്ങോട്ട് വോട്ട് ചെയ്തേക്കാം എന്ന് കരുതിയവരെ പോലും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ മാടമ്പി തമ്പുരാൻ പരാമർശമൊക്കെ എങ്കിൽ എന്തായാലും ഈ പറയുന്ന NSSന്റെ തലപ്പത്തുള്ള ആളാണല്ലോ സുകുമാരൻ നായർ. അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞത് ശരിയായില്ല എന്ന തോന്നൽ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളടക്കം കോൺഗ്രസിന് കൊണ്ടുപോയിട്ട് വോട്ട് കുത്തുക എന്ന സാഹചര്യം ഉണ്ടാവുകയില്ലേ? ആ സാഹചര്യം പരിഗണിക്കാതെയാണോ, താങ്കളടക്കമുള്ള ആളുകൾ അറിയാതെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് എന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അബദ്ധമായോ NSSനെതിരായിട്ടുള്ള ഈ പരാമർശങ്ങൾ? ആദ്യം ശ്രീ ചാമക്കാല ഒരു കാര്യം പറയുന്നുണ്ടായി, NSS വിരുദ്ധ നിലപാട് CPM എടുത്തു, ഈ ഗവൺമെൻറ് എടുത്തെന്ന്. അങ്ങനെ ഒരു നിലപാടേ എടുത്തിട്ടില്ല. ശബരിമല ഇഷ്യൂ NSS വിരുദ്ധ നിലപാടാണോ? സുപ്രീം കോടതി വിധി നടപ്പാക്കലല്ലേ? എന്തൊരു അബദ്ധമാണ് പറയുക. അതിലേക്ക് പോകേണ്ട ഞാൻ വരുന്നില്ല. കുഞ്ഞനന്തന്റെ വിഷയത്തിൽ നിങ്ങൾ കോടതി വിധി അംഗീകരിക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ നിങ്ങൾ കോടതി വിധി അപ്പാടെ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അല്ല, അതിനകത്തൊരു പോയിന്റ് ഉണ്ട് ശ്രീ ആനത്തലവട്ടം മാനന്ദൻ. അതായത് ഈ കുഞ്ഞനന്തൻ വിഷയത്തിൽ കോടതി ശിക്ഷിച്ചതിന് ശേഷം പോലും നിങ്ങൾക്ക് മറിച്ചൊരു നിലപാടാണുള്ളത്. അങ്ങനെ NSSനും ഉണ്ടാകാമല്ലോ നിലപാട്. ആ പുനഃപരിശോധനാ ഹർജി കൂടെ തീർപ്പായതിനു ശേഷം നിലപാട് സ്വീകരിച്ചാൽ പോരായിരുന്നോ എന്നാണ് അതോട് ചേർത്തുള്ള ചോദ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പുനഃപരിശോധനാ ഹർജിയുടെ എന്തായി? പോയിട്ട് അതിലേക്ക് വല്ലാതെ പോകല്ലേ, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്താണ്. അത് പോട്ടെ പോട്ടെ. ഇല്ല ഒരു കാര്യം പറയട്ടെ. സുപ്രീം കോടതി വിധി സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിച്ച് കൊണ്ടുവരുന്ന വിധിയും കുഞ്ഞനന്തൻ കേസും രണ്ടും രണ്ടാണ്. അത് രണ്ടും ഒന്നായി മിനിമൈസ് ചെയ്ത് കാണരുത്. ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത മാത്രമേ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നിർവഹിക്കാൻ തയ്യാറായുള്ളൂ. അത് NSS വിരുദ്ധമല്ല. NSSന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, ചാമക്കാലയ്ക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, BJPക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതെല്ലാം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് NSS വിരുദ്ധ നിലപാടെന്ന് പറയാതെ സുപ്രീം കോടതി വിരുദ്ധ നിലപാട് NSS എടുത്തു എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സുപ്രീം കോടതിയുടെ വിധിക്ക് അതായത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അത് നിങ്ങൾ അവസാനിപ്പിക്കാനല്ല. ഒറ്റ കാര്യം, ഇനി അതേ വിധി നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കില്ല. ഒരു ഭാഗത്ത്. മറ്റൊന്ന് നിങ്ങൾ ഈ പത്രപ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പൊ പേരിയ പ്രശ്നത്തിൽ ഉൾപ്പെടെ പത്രപ്രവർത്തകർ ആ വികാരം, ആ സംഭവത്തുണ്ടായിരിക്കുന്ന വികാരം പരസ്യമായി ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ സമഷ്ടം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പത്രപ്രവർത്തകരെ നിങ്ങളുടെ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു. ഇതിനോട് പ്രതികരിക്കാത്ത, അതായത് മൗനം പാലിക്കുന്ന നിങ്ങളുടെ സാംസ്കാരിക നായകന്മാരെ
മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യുന്നു, അവർക്കെതിരെ പ്രതിഷേധം നടത്തിയ ഒരു പ്രകടനം നടത്തിയവരെ പോലും കേസ് എല്ലാം കൂടെ കൊടുക്കുന്നു. പറയല്ലേ, എല്ലാം കൂടെ പറയല്ലേ, അദ്ദേഹം പല കാര്യങ്ങളും പറയും. അപ്പൊ സർക്കാരിന്റെ നിലപാടാണത്. സർക്കാരിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾ എല്ലാം അംഗീകരിക്കും, സർക്കാരിനെതിരാണെങ്കിൽ നിങ്ങൾ എല്ലാം എതിർക്കും. ഇവിടെ NSS സുകുമാരൻ നായർ ഈ ശബരിമല വിധി വന്നതിന് പിന്നാലെ കോടിയേരിയെയും പിണറായിയെയും കണ്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇരുവരുമായിട്ട് ആശയവിനിമയം നടത്തി ഞങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാകണം, ഇതെങ്ങനെയെങ്കിലും നടപ്പാക്കാതിരിക്കണം, പുനഃപരിശോധനാ ഹർജി വരെ കാത്തിരിക്കണമെന്ന നിലപാട് അങ്ങോട്ട് പറഞ്ഞതാണ്. ആ നിലപാട് ചർച്ച ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ അവർ മുഖം തിരിച്ചു നിൽക്കുന്നത്. അവരുടെ വഴിക്ക് വിട്ടാൽ പോരെ, എന്തിനാണ് മാടമ്പിമാരെ തമ്പുരാന്മാരെ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് പൊതുജന മധ്യത്തിൽ എന്ന ചോദ്യം ബാക്കിയാകും. നിങ്ങൾക്ക് അനുകൂലമായിട്ട് CPM-കാരായിട്ട് ഈ NSS-നകത്തുള്ള ആളുകൾ പോലും ഈ തവണ വോട്ട് കൊടുക്കുക കോൺഗ്രസിനാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു ആശങ്കയും വെച്ച് വരുന്നത് നിങ്ങൾ ഭയപ്പെടണ്ട. നായർ സമുദായത്തിലുള്ള CPM-കാരും LDF-കാരും LDF-ന് വോട്ട് ചെയ്യും, നായർ സമുദായത്തിലുള്ള കോൺഗ്രസ്സുകാർ UDF-ന് വോട്ട് ചെയ്യും, നായർ സമുദായത്തിലുള്ള BJP-ക്കാർ BJP-ക്ക് വോട്ട് ചെയ്യും. അത് ശബരിമല ഇഷ്യൂ വന്നില്ലെങ്കിലും അതാണ് സംഭവിക്കുക. അത് എല്ലാ സമുദായത്തിലും പെടുന്നവർ തന്നെ. ഒരു സമുദായ സംഘടനയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ പമ്പര വിഡിത്തമായിരിക്കും. നിങ്ങൾ പിന്നെ എന്തിനാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ താലൂക്കുകളിലും എല്ലാ കരയോഗത്തിലും കരയോഗാംഗങ്ങൾ വിശ്വാസികൾ ആരോടൊപ്പം നിൽക്കുമെന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്? ക്രൈം സ്പെഷ്യൽ ബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത് എല്ലാ താലൂക്ക് യൂണിയനിലും എല്ലാ കരയോഗങ്ങളിലും ചെന്നിട്ട് നിങ്ങളുടെ എത്ര പേർ LDF-കാരുണ്ട്, ആരൊക്കെയാണ് ഈ മുഴുവൻ വിവരശേഖരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത്? പോലീസിന് വേറെ യാതൊരു മാനദണ്ഡം അങ്ങനെ ഉണ്ടോ? ഈ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് NSS-ന്റെ മനസ്സറിയാൻ വേണ്ടി ശ്രമിച്ചോ? ഇതെല്ലാം ഇവരുടെ പേടിയാണ്, ക്ഷാമക്കാരുടെയും മറ്റും പേടിയാണ്. നിങ്ങൾക്ക് ഒരു നിക്ഷേപം ഇറക്കാൻ ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറയട്ടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഏതെങ്കിലും വിഡ്ഢിത്തം പറയുന്നതിനെല്ലാം നിഷേധക്കുറിപ്പെടുക്കല. അല്ലല്ല, ഒരു നിമിഷം. ഞാൻ പറയുന്നത് ഇവരെന്തിനാ ഭയക്കുന്നത്? ആര് ഭയക്കുന്നു? ഇവരെന്തിനാ ഭയക്കുന്നത്? തെരഞ്ഞെടുപ്പ് വന്നോട്ടെ. അതിന്റെ വസ്തുത എനിക്കറിയില്ല. പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് NSS-ന്റെ മനസ്സറിയാൻ ശ്രമിച്ചു, മനസ്സ് ശരിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്തായാലും അവരെ ചീത്ത വിളിച്ചേക്കാം, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് പ്രതികരിച്ചേക്കാം എന്ന തോന്നൽ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായി. ഒരുപക്ഷെ അതായിരിക്കണം, അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അതായിരിക്കണം. ഒരു സമുദായ സംഘടനയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ കാര്യം പോലീസ് സർക്കാർ തന്നെ അങ്ങ് ഉപയോഗിക്കേണ്ട. അല്ലാതെ ഈ നാട്ടിലെ മനുഷ്യർക്ക് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അറിയാൻ കഴിയും. നിരവധി ഡിവൈഎസ്പി പല താലൂക്ക് യൂണിയനുകളിലെത്തി അവിടുത്തെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാരോട് മുഴുവൻ കരയോഗത്തിന്റെ ലിസ്റ്റ് വേണമെന്നും ആരൊക്കെ അംഗങ്ങളാണെന്നും ഏതൊക്കെ പാർട്ടിയിലുള്ളവരാണെന്നും ഇത് ശരിയല്ലാത്തൊരു കാര്യം പരസ്യമായിട്ട് നിങ്ങൾ ശാഖ ഓഫീസിൽ ചെന്ന് നിങ്ങൾ ലിസ്റ്റ് തരൂ എന്നൊക്കെ പറയുമോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അതുകൊണ്ടല്ലേ പത്രം റിപ്പോർട്ട് ചെയ്ത് അതിനെതിരെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അതിനൊക്കെ ഒരു സാമുദായിക സംഘടനയുടെ പിന്നെ ഓഫീസുകളിൽ അന്വേഷിക്കുന്നതാണോ കേരളത്തിലെ പോലീസിന്റെ ഉത്തരവാദിത്വം? അങ്ങനെയൊക്കെ ചെയ്യുമോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അതാണ് ചോദിക്കുന്നതാണ് പ്രശ്നം. ചോദിക്കുന്നു അങ്ങനെ എല്ലാവർക്കും പരസ്യമായിട്ട് അച്ചടിച്ച് കിട്ടാവുന്ന പേരുകൾ പോലീസ് അങ്ങോട്ട് നിന്ന് അന്വേഷിച്ചു എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാം. പക്ഷേ അത് മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു പ്രദേശത്തെ NSS-ന്റെ ആളുകളുടെ രാഷ്ട്രീയം തിരിച്ചറിയാൻ ആ പോലീസിനെ CPM പോലൊരു പാർട്ടിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അതായത് ഒരു പ്രദേശത്തെ NSS-ന്റെ ഭാരവാഹികൾ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ CPM പോലൊരു പാർട്ടിക്ക് പോലീസിന്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അവിശ്വസനീയമായി തോന്നും. ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ശബരിമല വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് നേരത്തെ രാഷ്ട്രീയമല്ല ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരും അവിടെ പോകാറില്ലായിരുന്നു. അല്ല അങ്ങേ പോലുള്ളവരെ ശരി ഞാനൊന്ന് പറഞ്ഞിട്ടെ. ഇവിടെ ശബരിമല വിഷയം വന്നതിന് ശേഷം വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലൊരു സംഘർഷം വന്നതിന് ശേഷം അതിനകത്ത് മനുഷ്യരുടെ മനസ്സളക്കുക അപ്രായോഗികമാണ് രാഷ്ട്രീയക്കാർക്ക് സംബന്ധിച്ച്. കാരണം രാഷ്ട്രീയക്കാരാണ് ഒരു ഭാഗത്ത്. അപ്പോൾ സ്വാഭാവികമായി സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സാമുദായിക സംഘടനയുടെ ഓഫീസുകളിൽ പോയതിന് തെളിവ് NSS-ന്റെ പക്കലുണ്ടെന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്ത് വന്നിരിക്കുന്നു, നിഷേധിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ സനീഷ് പറഞ്ഞ കാര്യം, ഇതിനകത്ത് അവരൊരു തെളിവെടുപ്പ് നടത്തിയപ്പോൾ, ഒരു അന്വേഷണം നടത്തിയപ്പോൾ, എന്തിനാണ് ഡിവൈഎസ്പി റാങ്കിലുള്ളവർ താലൂക്ക് യൂണിയൻ ഓഫീസുകളിൽ പോയി നിങ്ങൾ ലിസ്റ്റ് ചോദിക്കുന്നത്? എത്ര കരയോഗങ്ങളുണ്ട്, ആരൊക്കെയാണ് ചോദിച്ചിട്ട് ഇതിന്റെ രാഷ്ട്രീയ അവർ തന്നെ പറയാണ് ഞങ്ങൾക്ക് ഇതിന് മേളിലുള്ള നിർദ്ദേശമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇതാണോ ജോലി? അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങളിൽ. താങ്കൾ അടുത്ത തവണ ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ നിഷേധിക്കുകയെങ്കിലും വേണം, ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നിഷേധിച്ചില്ല എന്ന ചോദ്യം ഇനിയും വരും. അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള ഇവിടെ NSS ഇതല്ലാതെ, ഞാൻ തിരിച്ചു വരാം ശ്രീയാനന്ദോട്ടം, അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയിക്കൊള്ളട്ടെ. അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള, ഇതല്ലാതെ ചെയ്യാൻ NSS സെക്രട്ടറി സുകുമാരൻ നായർക്ക് സാധിക്കുമായിരുന്നോ? NSSനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പണ്ട് കാലങ്ങളിലൊക്കെ കേശവരാജപുരത്ത് NSSന്റെ മന്ദിരത്തിൽ വന്നിരുന്നുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മന്നത്ത് പത്മനാഭൻ ഒരു കാര്യം ചെയ്യുമായിരുന്നു, NSSൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് മാറി നിൽക്കും. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വരികയോ ചെയ്യുമായിരുന്നു. 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാകുന്നതിന് പോലും NSSന് വലിയൊരു സംഭാവന തന്നെയുണ്ട്. അതിനുശേഷം പിന്നെ NSS വിമോചന സമരം നടത്തുക ചെയ്തു. അന്ന് മധ്യ തിരുവിതാംകൂറിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള NSSന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-മാരെ പരിശോധിച്ച് നോക്കണം, വലിയൊരു വിഭാഗം നായർ സമുദായത്തിൽപ്പെട്ടായിരുന്നു. അന്ന് മന്നത്ത് പത്മനാഭൻ പരസ്യമായി തെരഞ്ഞെടുപ്പിൽ കാലത്ത് ഓരോ ആളുകളുടെയും പേരെടുത്ത് തോപ്പിൽ ഭാസ്കരൻ നായരാണെന്നും അതേപോലെ തന്നെ ഇ ചന്ദ്രശേഖരൻ നായർ ഈശ്വരപിള്ളയുടെ മകനാണെന്നും ഒക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് വിമോചന സമരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ കാലാകാലങ്ങളിൽ NSSന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് മന്നത്ത് പത്മനാഭനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് NSSന്റെ കാര്യങ്ങൾ നടക്കണം, അതാണ് എൻ്റെ രാഷ്ട്രീയം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാം. ചാമക്കാല നേരത്തെ പറഞ്ഞു, ഈ വിശ്വാസികളുടെ എല്ലാം കാര്യത്തിൽ അവരെല്ലാവരും നാളെ UDFന് വോട്ട് ചെയ്യാൻ പോവാണ്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, NSSനെ സംബന്ധിച്ചുള്ള NSSന് അതിനേക്കാൾ പ്രാധാന്യമായ വിഷയമാണ് സാമ്പത്തിക സമ്മേളനത്തിൻ്റെ തീരുമാനം. അതോടുകൂടി NSSന്റെ മോഡി ഗവൺമെൻറ്റിനെയും പ്രധാനമന്ത്രി മോഡിയെയും NSS പരസ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി കത്തയച്ചതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി ആഭിമുഖ്യം BJPയോട് ഈ ശബരിമല വിഷയം പോലെ തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതാണ് അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ NSSന്റെ വോട്ട് LDFന് കിട്ടുകയില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അത് കോൺഗ്രസിനാണോ BJPക്കാണോ പോവുക? പ്രധാനമന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രി അനുവദിച്ചിട്ടുണ്ട്, ഈ മുഖ്യമന്ത്രി അനുവദിച്ചിട്ടുണ്ട്, മുൻ മുഖ്യമന്ത്രി പലരെ അനുവദിച്ചിട്ടുണ്ട്. നല്ല NSS അനുകൂലമായ കാര്യങ്ങൾ അതൊരു അഭിപ്രായമായി കണ്ടാൽ മതി. നമുക്ക് സമയമില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കണ്ടാൽ മതി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അടുത്ത ജയശങ്കർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ വോട്ട് എങ്ങോട്ടേക്ക് പോകും? NSSനെ സംബന്ധിച്ച് അദ്ദേഹം പറയട്ടെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കരയോഗത്തിൽ മെമ്പർമാരാകാത്ത നായന്മാരുണ്ട്, NSSനോട് എതിർപ്പുള്ള നായന്മാരുണ്ട്, പിന്നെ പുരോഗമന ചിന്താധികാരായ നായന്മാരുണ്ട്, നവോത്ഥാനവാദികളായ നായന്മാരുണ്ട്. സനീഷിനറിയാമോ, ഈ ശബരിമലയിൽ ആദ്യമായിട്ട് കയറി ദർശനം നടത്തിയ കനകദുർഗ നായർ സമുദായാംഗമാണ്. കനകദുർഗയുടെ വോട്ട് തീർച്ചയായിട്ടും LDFന് കിട്ടും, അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടും, ഒരു സംശയമില്ല. അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ നായർ സമുദായാംഗമാണ്, അദ്ദേഹത്തിൻ്റെ വോട്ടും പാർട്ടിക്ക് കിട്ടും. പക്ഷേ NSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നായന്മാരുണ്ട്, അവരുടെ വോട്ട് തീർച്ചയായിട്ടും LDFന് ഇത്തവണ പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. അതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ സാധാരണഗതിയിൽ ആ വോട്ട് ഇത്തവണ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് പല സ്ഥലങ്ങൾക്ക് പല സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ LDFന് തോൽപ്പിക്കുക എന്ന സിംഗിൾ പോയിന്റ് അജണ്ടയിലേക്ക് പോകുകയാണെങ്കിൽ ചാമക്കാല പറഞ്ഞ പോലെ UDFലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം BJPയുടെ ജയസാധ്യത കുറവായതുകൊണ്ട് ഇവരെ തോൽപ്പിക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് പോവുകയാണെങ്കിൽ UDFന് കിട്ടാനാണ് സാധ്യത, പ്രത്യേകിച്ച് കോൺഗ്രസിന് കിട്ടാനാണ് സാധ്യത. മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ NSSന്റെ നിലപാടിന് അനുകൂലമായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്ന് നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് UDFന് ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ശ്രീ ആനന്ദവട്ടമാനന്ദൻ. ഒറ്റ കാര്യം കൂടെ, നമുക്ക് സമയം തീരെയില്ല, കഴിഞ്ഞു. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, LDFന് NSSന്റെ വോട്ട് കിട്ടില്ല, പക്ഷേ മറ്റ് സമുദായ സംഘടനകളിൽ പെട്ട ആളുകളുടെ വോട്ട് അതുകൊണ്ട് കൂടുതലായി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ? ആനന്ദവട്ടം, ഈ ശബരിമല ഇഷ്യൂവിൻ്റെ പേരിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം വർദ്ധിക്കലല്ലാതെ കുറയില്ല.
ഇപ്പം നടന്ന 30 ഉപതെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ 1% ഏതാണ്ട് 0.9% വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി. കോൺഗ്രസിന് കുറഞ്ഞു. BJPക്ക് കഴിഞ്ഞ നടന്നിടത്ത് നിന്നു. സീറ്റുകളുടെ എണ്ണത്തിലോ? സീറ്റുകളുടെ എണ്ണത്തിൽ ഏത് സീറ്റുകളുടെ എണ്ണത്തിലും വർധനയുണ്ടെന്നാണ്. 16 ഉണ്ട്, നിങ്ങൾക്ക് 12 ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് 16, നിങ്ങളുടെ 18 BJPക്ക് 0. അല്ല, അപ്പൊ നിങ്ങളുടെ വോട്ട് കുറഞ്ഞു, LDFന്റെ വോട്ട് കൂടി. ജയശങ്കർ, അഡ്വക്കേറ്റ് മനോഹരൻ പിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ ആനന്ദവട്ടം എന്നോട് ക്ഷമിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടപെട്ടത് സമയം ആയതുകൊണ്ടാണ്. കോടിയേരിയുടെ പരിഹാസം NSS അർഹിക്കുന്നതാണോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 63% പേരും NSS അർഹിക്കുന്നവരാണ് എന്ന വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ വോട്ടിലാണ് കൂടുതലുള്ളത്. അവരാണ് കൂടുതലായി വോട്ട് ചെയ്തത്. 37% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. ടൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.